KPCC പ്രസിഡന്റിനെ കണ്ടെത്തുക എന്നുള്ളത് മുഖ്യമന്ത്രിയെ കണ്ടെത്തുന്നതിനേക്കാൾ ബുദ്ധിമുട്ടായി കോൺഗ്രസിനെന്നാണ് തോന്നുന്നത്. യഥാർത്ഥത്തിൽ അത്ര ബുദ്ധിമുട്ട് ആവശ്യമില്ല. പിന്നെ പാർട്ടി കോൺഗ്രസ് ആയതുകൊണ്ടും ആജീവനാന്തം ഇങ്ങനെ അഴകുഴമ്പൻ സംഭവമാണ് അവരുടെ രീതി എന്നതുകൊണ്ടും ആളുകൾക്ക് വലിയ അത്ഭുതമൊന്നുമില്ല. മുഖ്യമന്ത്രിയെ കണ്ടെത്താൻ 10 ദിവസം നടന്ന വലിയ മാരത്തോൺ ചർച്ചകളും അതൊന്നും ഇപ്പൊ KPCC പ്രസിഡന്റ് കാര്യത്തിൽ മാധ്യമങ്ങൾ പോലും എടുക്കുന്നില്ല. മാത്രമല്ല അത് എങ്ങനെ വരുന്ന അറിയില്ല. ഞാൻ ഇതിനിടയ്ക്ക് ഒരു തമാശ വാർത്ത കേട്ടത്, സണ്ണി ജോസഫ് ഹൈക്കമാൻഡിനോട് പറഞ്ഞു അത്രേ, എന്നെ വൈദ്യുതി മന്ത്രിസ്ഥാനം നിന്ന് ഒഴിവാക്കി തന്നാൽ മതി, ഞാൻ KPCC പ്രസിഡന്റായി തുടർന്നോളാം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് KPCC പ്രസിഡന്റായി കുറച്ചുകൂടി നല്ലത് എന്ന് തോന്നുന്നു ഉണ്ടാവാം. പക്ഷെ അത് സാധ്യതയില്ല. കോൺഗ്രസ് ഒരു KPCC പ്രസിഡന്റിനെ അല്ലെങ്കിൽ ഒരു മന്ത്രിയെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു തെരഞ്ഞെടുക്കുമ്പോൾ 100 കണക്കിന് ഘടകങ്ങൾ സ്വാധീനിക്കാനുണ്ടാവും. ഉദാഹരണത്തിന് മതം, ജാതി, പ്രദേശം, അങ്ങനെ തുടങ്ങി ഗ്രൂപ്പ്, ഇതിനൊക്കെ പുറമെ ഇപ്പോഴുള്ള അധികാര കേന്ദ്രങ്ങളുമായുള്ള ബന്ധം, ഇങ്ങനെ 100 കണക്കിന് കാര്യങ്ങൾ അതിൽ വരും. സണ്ണി ജോസഫ് പോകുമ്പോൾ സ്വാഭാവികമായും ആ സ്ഥലത്തേക്ക് ഒരു ക്രിസ്തീയ വിഭാഗത്തിൽ നിന്ന് ഒരാൾ വരിക എന്നത് പരിഗണിച്ചേക്കാം. കാരണം അങ്ങനെയാണല്ലോ സണ്ണി ജോസഫ് തന്നെ വന്നത്. അല്ലാണ്ട് സണ്ണി ജോസഫ് ഇവിടുത്തെ ഏറ്റവും നല്ല KPCC പ്രസിഡന്റായിട്ട് വന്നതൊന്നുമല്ല. ഒരു പരിഗണനയിലാണ് അദ്ദേഹം വന്നത്. അദ്ദേഹം അത്ര എക്സലന്റ് ആണെന്ന് പറയാൻ പറ്റില്ല. പിന്നെ അദ്ദേഹത്തിന്റെ ഭാഗ്യത്തിനോ തെരഞ്ഞെടുപ്പ് ജയിച്ചു പോയി, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. പക്ഷേ ഏറ്റവും പ്രധാനം, ഇപ്പോൾ സതീശൻ പുതിയ മന്ത്രിസഭ നിലനിൽക്കുകയാണ്. ഈ മന്ത്രിസഭയുമായി യോജിച്ച് പോകാൻ കഴിയുന്ന ഒരാൾ വേണം. അല്ലെങ്കിൽ എന്ത് പറ്റും? ഉമ്മൻചാണ്ടി ഇരുന്ന കാലത്ത് സുധീരനെ പ്രസിഡന്റാക്കി മാറ്റി. സുധീരൻ നല്ല മനുഷ്യനാണ്, സത്യസന്ധനാണ്. അതുപോലൊരു KPCC പ്രസിഡന്റ് ഇപ്പൊ ഉണ്ടാവരുത് എന്ന് തീർച്ചയായും ഇവർ ആഗ്രഹിക്കുന്നുണ്ടാവും. രണ്ടാമത്തെ കാര്യം ഗ്രൂപ്പ് സമവാക്യങ്ങളുമായി ബന്ധപ്പെട്ടാണ്. ഗ്രൂപ്പ് സമവാക്യങ്ങളിൽ ഇപ്പൊ KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും ആയിരുന്നു സതീശന് മുമ്പിൽ വെല്ലുവിളികളായി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വന്നത്. ഇവരുടെ രണ്ടുപേരുടെ സ്വാധീനവും ഈ പറഞ്ഞതുപോലെ KPCC പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നതിൽ ഉണ്ടാവും, സ്വാഭാവികമായിട്ടുണ്ടാവും. രണ്ടുപേരും ഉന്നതരായ നേതാക്കളാണ്. ഇപ്പൊ KC വേണുഗോപാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വരുന്നതിനെ എതിർത്ത ഒരാളാണ് ഞാൻ. അത് KC മോശക്കാരനായതുകൊണ്ടൊന്നും അല്ല. വീണ്ടും 2 തെരഞ്ഞെടുപ്പുകൾ ഉപതെരഞ്ഞെടുപ്പുകൾ വരുന്നുള്ളതുകൊണ്ട്. KC ആദ്യമേ മത്സരിച്ച് ആലപ്പുഴ മത്സരിച്ച് KC ജയിച്ചിരുന്നെങ്കിൽ KCക്കും സതീശനും ഏതാണ്ട് ഈക്വൽ ചാൻസ് ഉണ്ടാകുമായിരുന്നു എന്ന് തന്നെ ഞാൻ വിചാരിക്കണം. പക്ഷെ മത്സരിച്ചില്ല. അതിനുശേഷം വീണ്ടും ഉപതെരഞ്ഞെടുപ്പ് നിയമസഭയിലേക്കും അതിന്റെ ഫലമായി ലോക്സഭയിലേക്കും ഒക്കെ വന്നാൽ അത് ആ വിജയത്തിന്റെ ശോഭ കെടുത്തുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ജനങ്ങൾ ചിലപ്പോൾ മറിച്ച് ചിന്തിച്ചു എന്ന് തന്നെ വരും, ഇത്ര പെട്ടെന്ന് ഇത്ര കോമാളിത്തരം കാണിക്കേണ്ട കാര്യം. സ്വാഭാവികമായും അപ്പൊ KC ഇതില് ഒരു ഘടകമാണ്. പക്ഷേ ഞാൻ KCയുടെ പെരുമാറ്റത്തിൽ കുറച്ച് വ്യത്യാസങ്ങൾ കുറെ ദിവസങ്ങളായി കാണുന്നുണ്ട്. അതിപ്പോ ഞാൻ വേറൊരു സ്ഥലത്ത് പറഞ്ഞതാണ്. അതായത് KC 2029 ഒരുപക്ഷെ അല്ല വരുന്നതാണ് അദ്ദേഹത്തിന്റെ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ KC അവിടുത്തെ ഏറ്റവും വലിയ പദവികളിൽ ഒരാളാണ്. കാരണം കേന്ദ്ര ആഭ്യന്തരമന്ത്രിയോ കേന്ദ്ര ഏതെങ്കിലും അതുപോലെയുള്ള ഉന്നതമായ പദവി, രാജ്യരക്ഷാ മന്ത്രിയോ ഒക്കെ ആയിട്ട് KC വരാം. കാരണം രാഹുൽ ഗാന്ധിയുടെ റൈറ്റ് ഹാൻഡാണ്. അങ്ങനെ വന്നാൽ പിന്നെ KCക്ക് ഇവിടെ കിടന്ന് തിരിഞ്ഞു കളിക്കേണ്ട കാര്യമില്ല. കേന്ദ്ര ആഭ്യന്തരമന്ത്രി എന്ന് പറയുന്നത് വളരെ പവർഫുൾ ആയ ഒരു പോസ്റ്റാണ്. അതും അദ്ദേഹം ലക്ഷ്യമിടുന്നുണ്ടാവാം. അതിന് വേണമെങ്കിലും കേരളത്തിൽ വേണം. അതുകൊണ്ട് ഒരു മൃദു സമീപനം സതീശന്റെ ഉണ്ട് എന്ന് തന്നെയാണ് ഞാനിപ്പോ കണക്കാക്കുന്നത്. അതവിടെ രണ്ടാമത്തെ കാര്യം. അതുകൊണ്ട് സതീശന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു KPCC പ്രസിഡന്റിനെ കൊണ്ടുവരാൻ സാധ്യതയില്ല. ഇനി നമുക്ക് സ്ഥാനാർത്ഥികളിലേക്ക് പോയാൽ ഈ ഓരോരുത്തരും KPCC പ്രസിഡന്റിന്റെ യോഗ്യത പറയുന്നത് എങ്ങനെയാണെന്നറിയും. എനിക്കിഷ്ടപ്പെട്ട ആൾ അവിടെ വരാൻ വേണ്ടിയുള്ള യോഗ്യതയാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ യൂത്ത് ആവണം. തീർച്ചയായിട്ടും യൂത്തിന് നല്ല പ്രാധാന്യം കൊടുക്കണം. പ്രത്യേകിച്ചും CJPയുടെ ഒക്കെ സമരത്തിൽ യൂത്ത് വളരെ ഗംഭീരമാണ്. കോൺഗ്രസിൽ നല്ല ഉയർന്ന ശേഷിയുള്ള യൂത്ത് നേതാക്കന്മാരും ഉണ്ട്. ഇപ്പോ ഷാഫി പറമ്പിൽ, ഒരുപക്ഷെ ഷാഫി പറമ്പിൽ അതിശക്തനായ കേരളത്തിലെ ഒരു കോൺഗ്രസ് നേതാവാണ്. ഷാഫി പറമ്പിൽ KPCC പ്രസിഡന്റ് ആവുക എന്ന് പറഞ്ഞാൽ അത് വലിയ ആവേശം ചെറുപ്പക്കാരിൽ ഉണ്ടാക്കും. സംഗതി അദ്ദേഹം ഈ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ എല്ലാ പ്രശ്നങ്ങളെയും മറികടന്ന് ഷാഫി വന്നു. KC വേണുഗോപാലിനെ പിന്താങ്ങിയത് കൊണ്ട് കുറച്ചൊരു ഇടിവുണ്ടായിട്ടുണ്ട്. എങ്കിൽ പോലും ഞാൻ കണക്കാക്കുന്നത് ഒരു എഗ്രിമെന്റിന്റെ ഭാഗമായി വരികയാണെങ്കിൽ ഷാഫി പറമ്പിൽ നല്ല പ്രസിഡന്റാണ്, യൂത്താണ്. അതുപോലെ തന്നെ മാത്യു കുഴൽനാടന്റെ പേര് കേൾക്കുന്നുണ്ട്. കാരണം ഈ ജാതി മത സമവാക്യത്തിൽ ക്രിസ്ത്യാനി എന്നർത്ഥത്തിൽ, ഒരുപക്ഷെ അദ്ദേഹം കത്തോലിക്കനാണോ എന്ന് എനിക്കറിയില്ല. അപ്പൊ അങ്ങനെ സണ്ണി ജോസഫിന് പകരം വരാൻ പറ്റിയ ആളാണോന്നും അറിയില്ല. അദ്ദേഹത്തിന്റെ പേരും വേറെ രീതിയിൽ കേൾക്കുന്നു. രമേശ് ചെന്നിത്തല ഇപ്പൊ നേരത്തെ പറഞ്ഞ ഒരു കാര്യമുണ്ട്. രമേശ് ചെന്നിത്തല പറഞ്ഞു
അത് ഒറ്റ ചുമതലയായിരിക്കണം. വേറെ ചുമതലയൊന്നും ഉണ്ടാവരുത്. എന്ന് പറഞ്ഞാൽ MP, MLA, മന്ത്രി അങ്ങനെയുള്ള ഒരു ചുമതലയുള്ള ആളുകളാവരുത് എന്ന് പറയുമ്പോൾ അതൊരു പേരിലേക്കാണ് വരുന്നതെന്ന് ഉറപ്പാണ്. കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് കൊടുത്തില്ല. ജോസഫ് വാഴക്കന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ജോസഫ് വാഴക്കന് സീറ്റ് കിട്ടുമെന്ന് വിചാരിച്ചു. അദ്ദേഹത്തിന് കാഞ്ഞിരപ്പള്ളി പോലും കൊടുത്തില്ല. ഇപ്പം ചില അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ആയി. അപ്പൊ അദ്ദേഹത്തിന് കിട്ടും, പെരുമ്പാവൂർ കിട്ടും എന്നൊക്കെയുള്ള വലിയ വാദം ഉണ്ടായിരുന്നു. എല്ലാം പോയി. അങ്ങനെ വന്നൊരു ഘട്ടത്തിലാണ് അദ്ദേഹത്തിന് KPCC പ്രസിഡന്റ് ആക്കണമെന്ന് രമേശ് ചെന്നിത്തല വളരെ ശക്തമായി വാദിക്കുന്നത്. ജോസഫ് വാഴക്കൻ മോശമായ ഒരാളല്ല, വളരെ സീനിയറാണ്. പിന്നെ എത്രത്തോളം എഫക്റ്റീവ് ആവും എന്നുള്ളതൊക്കെ വന്നാലേ നമുക്ക് പറയാൻ പറ്റൂ. ആ പൊസിഷനിൽ എത്തിയിട്ടേ ഒരാളെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റൂ. കാരണം ചില പൊസിഷന് മുമ്പൊക്കെ ഗംഭീരന്മാരായിരിക്കും, ആ പൊസിഷനിൽ എത്തിയ മഹാ ഫെയിലിയർ ആയിരിക്കും. അതറിയില്ല. സണ്ണി ജോസഫ് അങ്ങനെ തെളിയിച്ചിട്ടുള്ള ആളുമല്ല, നേതൃത്വത്തിൽ അത്ര വലിയ തെളിയിപ്പൊന്നും ഉണ്ടായില്ല. അപ്പൊ ഇനി സതീശന്റെ താല്പര്യം എന്താണ്? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, VD സതീശനുമായി യോജിച്ചു പോകാവുന്ന, സംഘർഷമുണ്ടാകാത്ത ഒരു KPCC പ്രസിഡന്റ് വേണം. 2, KPCC പ്രസിഡന്റ് വന്നാലേ ഇവിടെ മറ്റു പല കാര്യങ്ങൾക്കും തീരുമാനമാകും. ഉദാഹരണത്തിന് ഇപ്പൊ ഇന്നലെ പറയുന്ന ഒരു കേട്ട കാര്യം, ഒരു മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് പോലും വേണ്ടത്ര നിയമിക്കപ്പെട്ടിട്ടില്ല, സംഘർഷമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, കോൺഗ്രസിൽ അങ്ങനെ ഏത് പോസ്റ്റിനും സംഘർഷം ഉണ്ടാവും. യൂണിയൻകാരുടെ സംഘർഷമുണ്ട്, ഗ്രൂപ്പുകളുടെ സംഘർഷമുണ്ട്, ജാതിമത സംഘർഷമുണ്ട്, പ്രാദേശിക സംഘർഷം ഒക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കൃത്യമായൊരു തീരുമാനമുണ്ടാവാൻ അത് ഇത്തരത്തിലൊരു നേതൃത്വം ആവശ്യമാണ്. അത് സതീശനുമായി, മുഖ്യമന്ത്രിയുമായി സംഘർഷമുണ്ടാക്കുന്ന ഒരു നേതാവായിക്കൂടാ എന്നൊരു പക്ഷേ കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിച്ചേക്കാം. അപ്പൊ സതീശന്റെ വാക്കിനും ഒരു വിലയുണ്ടാവാം. അങ്ങനെ വരുമ്പോൾ സതീശൻ, ഞാൻ നിർദ്ദേശിക്കുന്നത് വേറൊരു ജമ്പാണ്. ഒരു ദളിത് KPCC പ്രസിഡന്റ്. അത് കൊടിക്കുന്നിൽ സുരേഷിന്റെ പേരാണ്, മാവേലിക്കര MP പേരാണ് വരുന്നതെന്നാണ്. അപ്പോ അഖിലേന്ത്യാ തലത്തിലും ഒരു ദളിതനാണ്, ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളാണ് ഖാർഗെ, അദ്ദേഹമാണ് അഖിലേന്ത്യാ പ്രസിഡന്റ്. കേരളത്തിൽ അങ്ങനെ വരിക എന്നുള്ളത് അത്ര മോശപ്പെട്ട കാര്യമൊന്നുമല്ല. കൊടിക്കുന്നിൽ സുരേഷ് കുറെ കാലമായിട്ട് MP ആണ്. ഇനിയിപ്പോൾ അടുത്ത തവണ അദ്ദേഹം മത്സരിക്കുമെന്ന് അറിയില്ല. ഏതായാലും അതിന് പകരം പുതിയ ആൾ വന്നേക്കാം. അപ്പൊ കൊടിക്കുന്നിലിന് പകരം വേറൊരു MP പിന്നെ കണ്ടെത്തിയാൽ മതി 2029. അതുവരെ കൊടിക്കുന്നിലിന് KPCC പ്രസിഡന്റ് ആയിരിക്കാം. അപ്പോഴും രമേശ് ചെന്നിത്തല വെച്ച കാര്യമുണ്ട്, MP ആയിരുന്നു കൊണ്ട് എങ്ങനെ KPCC പ്രസിഡന്റ് ആവും എന്ന വലിയ ചോദ്യമുണ്ട്. 2 പദവി കൊണ്ട് കൊണ്ടുനടക്കാൻ പറ്റുമോ, ഫുൾ ടൈം KPCC പ്രസിഡന്റ് വേണ്ടേ എന്ന ചോദ്യമുണ്ട്. ഏതായാലും KPCC പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുമ്പോൾ ഒരുപാട് കടമ്പകൾ കടന്നിട്ടേ കോൺഗ്രസിൽ എത്താൻ പറ്റും. മാത്രമല്ല, ഇപ്പോൾ മുകളിൽ നിന്ന് അടിച്ചേൽപ്പിക്കുന്ന ഒരു രീതി ഹൈക്കമാൻഡിനില്ല. അത്ര ഹൈ അല്ല കമാൻഡ് ഇപ്പോൾ. അതുകൊണ്ടാണ് അവർ മാത്രം പറയുന്നതല്ല, പല സ്ഥലങ്ങളിലും ഹൈക്കമാൻഡിനെ ധിക്കരിച്ചുകൊണ്ട് ആളുകൾ വരുന്നുണ്ട്. അതുകൊണ്ട് ഉറപ്പായും ഒരു സതീശന്റെ താല്പര്യം കൂടി പരിഗണിച്ചിട്ടുള്ള ഒരു KPCC പ്രസിഡന്റ് വരാനാണ് സാധ്യത.